ഇന്നേ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ ഇട്ട് ശരിയാക്കി വെക്കണമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കുറച്ച് ചക്കയുടെ ഉണ്ടാക്കാവേ. നല്ല മണം വരുന്നുണ്ട് താഴെ നിൽക്കുമ്പോൾ. ഏതോ ചക്ക പഴുത്തിട്ടുണ്ട്. താഴെ നിന്നൊക്കെ നോക്കി താഴെയൊന്നും പഴുത്തിട്ടില്ല. ഇത് ഈ ഭാഗത്ത് എവിടെയെങ്ങാണ്ടാണ്. പിന്നെ ഇവിടെ ആയിട്ട് കൂടുതലും പഴുക്കുന്നത്. ഇവിടെ തന്നെ ആയിരിക്കണം. അപ്പം അതിൻ്റെ അപ്പുറത്ത് ചക്കകൾ നിൽപ്പുണ്ട്. ഉണ്ണിയേട്ടനെ ആദ്യം ഒന്നും ഇവിടെ ഒന്ന് കയറി നോക്കിയതാണ്. എന്നിട്ട് ഇവിടെ പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു പോയി. പക്ഷേ താഴെ നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് താഴെ പഴുത്ത ഏതെങ്കിലും വെട്ടിയ ചക്കയുടെ മണമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ചക്ക പഴുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇവിടെ താഴെ നിന്ന് മണം വരുന്നത്. ഞാൻ കയറി വന്ന് നോക്കിയപ്പോൾ ചക്ക പഴുത്തിട്ടുണ്ട്. ഇത് 1-2 ചക്ക അവിടെ പഴുത്തിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് ചാഞ്ഞ് കിടന്നാലേ കാണുള്ളൂ. താഴെ പോയാൽ താഴെ റോട്ടിൽ കിടക്കുക കുഴിയിൽ. കറക്കത്തി എടുത്തിട്ട് വന്ന ഒരു അബദ്ധമായി പോയോ സംശയം. അയ്യോ ഒരു കയ്യബദ്ധം. പിടിക്കാതെ വിചാരിച്ചാട്ടോ വലത്തേ കൈ കൊണ്ട്. പക്ഷെ അത് വേഗം മുറിഞ്ഞ് താഴെ ചാടി. ആദ്യം കയറി വന്നിട്ടേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ മണം വെച്ച് ഞാൻ കണ്ടുപിടിച്ചു. 2 ചക്ക ഇട്ടിട്ടുണ്ട്. 2 ഒന്ന് വലുതും ഒന്ന് കുഞ്ഞതും. നമുക്ക് വലുത് മുറിക്കാം. അപ്പോൾ ഏറുമാടത്തിൻ്റെ കോണിയൊക്കെ ഇളകാൻ തുടങ്ങി. ഫുള്ള് മുകളിലൊക്കെ വാരിയൊക്കെ വിട്ടു പോകുന്നുണ്ട്. കുറേ സൈഡൊക്കെ മാറ്റണം, അടി മാറ്റണം. ഈ കോണിയുടെയൊക്കെ ഇതൊക്കെ പോയി. താഴത്തെ 2 കമ്പും നാശമായി പോയിട്ടുണ്ട്. മിക്കവാറും ഈ മഴ കഴിയുമ്പോൾ ഏറുമാടം നമുക്ക് പൊളിച്ച് കത്തിക്കേണ്ടി വരുമോ സംശയമുണ്ട്. ചക്ക മുറിച്ച് കഴിഞ്ഞപ്പോഴേ കുഞ്ഞ് ചോളയും അതും കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 5-6 ചോള മാത്രമേ ഉള്ളൂ. ഇതും മുറിച്ചെടുത്താലും നമുക്ക് അധികം ഇതൊന്നും കിട്ടത്തില്ല. ചക്കയിടയ്ക്കുള്ളത് കിട്ടത്തില്ല. ഞാൻ കുറച്ചെങ്കിലും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ളതില്ല. തീരെ ചെറുത്. ഇതിലും ചെറിയ ചക്കയാണ് മറ്റേത് നമ്മൾ വേറെ ഇട്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ പഴുത്താണേ. തീരെ ചെറുത്. നമ്മുടെ അപ്പുറത്തെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ആ ചേട്ടൻ മുറിച്ച് വെച്ച ഒരു ചക്കയുടെ ഒരു പീസുണ്ട്, അത് കൊണ്ടുതരാം. ഇതെല്ലാം കൂടെ നമുക്ക് ചക്കയിടയ്ക്കുള്ളതാവും. അപ്പോൾ നമുക്ക് അതും കൂടെ എടുത്തിട്ട് വന്നിട്ട് അത് പിച്ചെടുക്കാം കേട്ടോ. അറിയുമായിരുന്നു നമുക്ക് ഇതിരേണ്ട കാര്യമില്ലായിരുന്നു. അത് വാങ്ങി പിച്ചെടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ എടുക്കായിരുന്നു. മധുരമുള്ള ചക്ക കേട്ടോ. പക്ഷെ ചോള തീരെയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചക്കയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചക്കയുടെ ഉണ്ടാക്കലുണ്ട്. ചക്ക ആവുന്ന സമയത്തില്ല നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഈ ചക്ക കൊണ്ട് നമ്മൾ കുറേ നാളത്തേക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇങ്ങനെ പുരട്ടിയൊക്കെ വെക്കത്തില്ലേ, എന്തോ ഒരു സംഭവം ചക്ക, അതിൻ്റെ പേരെന്താ ഞാൻ മറന്നുപോയി. നമ്മുടെ ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കണം. നമുക്ക് എപ്പോഴേലൊക്കെ പിന്നീടും ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം പഴുത്ത ചക്ക കിട്ടുന്നതുകൊണ്ട് അത്രയും സമയത്ത് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട്. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക. അവസാനം എല്ലായിടത്തും തീർന്നിട്ടും പിന്നെ എവിടെന്നേലൊക്കെ ആയിട്ട് നമുക്ക് അപ്പുറത്തെ ചേട്ടനുണ്ട്. ചേട്ടൻ എവിടെന്നേലൊക്കെ ചക്ക കിട്ടിയപ്പോൾ നമുക്ക് കൊണ്ടുതരും. അത്യാവശ്യം കറയുള്ള ചക്ക കേട്ടോ. ഇത് പഴുത്താണെങ്കിൽ പോലും കറയാ. ചക്ക നന്നാക്കി കഴിഞ്ഞാൽ അടുത്തത് ഇടനയുടെ ഇല എടുക്കണേ. ഇടനയിലയും കൂടി എടുത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് മാവും കൂടെ കുഴച്ച് നമുക്കതിൽ കുമ്പിള് കുത്തി വെക്കാം. ചക്ക അരച്ചിട്ടില്ല കേട്ടോ. അരച്ചൊന്നും എടുക്കണം. പിന്നെ റവ അമ്മ വറുക്കാമെന്ന് പറഞ്ഞു. റവ വറുത്ത് വെക്കും. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് കുമ്പിള് കുത്തി വെച്ചാൽ മതി. നമ്മളെപ്പോഴും ഇല പറിക്കുന്ന സമയത്തും വലുത് നോക്കി പറിക്കും കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെ തികയാതെ വരുമ്പോൾ ചെറുത് നോക്കി പറിക്കുക. ഇപ്പം പറിച്ച മൊത്തം വലുതാണ്. അപ്പുറത്തൊരു കമ്പും കൂടെ ചാഞ്ഞിപ്പുണ്ട്. മഴയത്തൊരു കമ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നല്ല ഇലയുള്ളൊരു കമ്പായിരുന്നു. കാറ്റ് ഭയങ്കരമായിരുന്നില്ലേ. കാറ്റത്തൊരു കമ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നേ. അതിൽ നല്ല കുറേ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അത് കളഞ്ഞു. പിന്നെ നമുക്ക് ചക്കയുടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കുറേ ഇലയുണ്ടായിരുന്നു. താഴെയായിരുന്നു നിന്നത്. അത് അമ്മ റവ വറുത്ത് തന്നു കേട്ടോ. റവയും
കറുത്ത് കിടക്കുന്ന ഏലക്കപ്പൊടിയും കൂടി ഇട്ടാണ്. ഏലക്ക പൊടിച്ചിട്ട് അതങ്ങനെ ഇതിലോട്ട് തന്നെ ഇട്ടു. ഏലക്കപ്പൊടിയും ജീരകപ്പൊടി ഇടുമല്ലോ, അതാണേ. റവ, പിന്നെ ഇതാ ചക്ക കുറേ അരച്ച് വെച്ചേക്കുന്നത്, പിന്നെ കുറച്ച് അതിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊക്കെയാണേ. എന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയും കൂടി ഇതിലോട്ട് ഒഴിക്കുവാണേ. ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയതിടുന്നുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകം. ജീരകം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം കേട്ടോ. ഇത് പിന്നെ ഇത്ര നേരത്തെ പണിയുള്ളൂ കേട്ടോ, ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേഗം വേഗം കുമ്പിൾ കുത്തിയിട്ട് അങ്ങ് വെച്ചാൽ മതി. വേഗം പിന്നെ പണി കഴിയും കേട്ടോ. ഇരുന്ന് വേവട്ടെ. തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് വെന്ത് തണുത്തിട്ട് കഴിക്കുന്ന കൂടുതൽ ടേസ്റ്റ്. ചൂടോടുകൂടി കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് തണുത്ത ചക്കയുടെ. നമ്മുടെ ഇവിടെയൊക്കെ അതൊക്കെ ചക്കയുടെ കാലമായി കഴിഞ്ഞാൽ ചക്കക്കുരു കറി, ചക്കപ്പുഴുക്ക്, ചക്കയട. നമ്മുടെ ഇവിടെ മാത്രമായിരിക്കില്ല, എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും. പിന്നെ മാങ്ങ ചമ്മന്തി, ചക്കക്കുരു മാങ്ങ കറി. ചക്കക്കുരു മാങ്ങ വേണമല്ലോ. പിന്നെ അതേപോലെ തന്നെ കണ്ടത്തിലെ വാഴക്കൊലയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും വാഴക്കൊല നമ്മൾ വെട്ടിയൊക്കെ വരുന്ന സമയത്ത് ചിലതിങ്ങനെ ഒടിഞ്ഞ് വീഴും, ചിലത് പഴുത്തിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എങ്ങനെയായാലും വാഴക്കൊല കിട്ടും. ആ സമയത്ത് മിക്കവാറും രാവിലെ പുട്ടും പഴവുമായിരിക്കും. പിന്നെ ചിപ്സ് ഉണ്ടാവും, പിന്നെ വാഴയ്ക്ക തോരൻ, മെഴുക്ക് വരട്ടി, പിന്നെ വാഴയ്ക്ക ഇട്ടിട്ടുള്ള കറികൾ, വാഴയ്ക്കയും പയറും. അത് ആ സമയമാകുമ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. സീസൺ ഏതാണോ അത് കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാട്ടുതക്കാളിയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ കാട്ടുതക്കാളി, ഉണക്കമീനും, കാട്ടുതക്കാളി ചമ്മന്തി മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യും. അതാകുമ്പോൾ വിഷമൊന്നും ഇല്ലാതെ ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലൊക്കെ അടിക്കണം വിഷം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കയ്യും കണക്കുമില്ലാത്ത വിഷമായിരിക്കും. അതാകുമ്പോൾ പിന്നെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ പച്ചക്കറി സാധനങ്ങൾ വാങ്ങാതെ ഇല്ല കേട്ടോ. പച്ചക്കറിയൊക്കെ അച്ഛൻ പാലക്കാട് പോകുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരും. അച്ഛയ്ക്ക് അവിടെ പാലക്കാട് മാർക്കറ്റിൽ അച്ഛൻ വാഴക്കൊല കൊണ്ട് കൊടുക്കാൻ പോണേ. അപ്പം അച്ഛയ്ക്ക് പരിചയത്തിലുള്ള ചേട്ടന്മാരുണ്ട്, അവരും കുറേ പച്ചക്കറി കൊടുത്തു വിടും. പച്ചക്കറി വാങ്ങുമ്പോഴാട്ടോ ഈ കൊടുത്തു വിടുന്നത്. അതിൻ്റെ കൂടെ കുറേ പച്ചക്കറി വെച്ച് കൊടുത്തു വിടും. ടേലയാണ്. നിറയെ കരികൾ വീഴും കേട്ടോ. അപ്പം ഇനി അടിച്ചു കയറി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീഴുമ്പോൾ നിറയെ വീഴുന്നുണ്ട്. ഒന്നാമത് കൊഴിയുന്ന സമയമാണ്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഈ മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അതൊക്കെ വീഴുന്നുണ്ട്. മാങ്ങയൊക്കെ ഇവിടുത്തെ ഒരുപാട് മാങ്ങ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ വഴി ഫുള്ള് ഇവിടെ മാങ്ങയൊക്കെ കിളിച്ചുണ്ടൻ മാങ്ങ. അതാണെങ്കിൽ നമ്മളെന്തെങ്കിലും അച്ചാറിടാനോ അങ്ങനെ എന്തിനേലൊക്കെ എടുക്കുള്ളൂ. പഴുത്ത വലിയ ടേസ്റ്റൊന്നുമില്ല. അത് പച്ചമാങ്ങയൊക്കെ നല്ലതാണ്, പഴുത്ത വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ എടുക്കലില്ല. എല്ലാം ഇവിടെ പഴുത്ത് വരും. കാടൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാടൊക്കെ പറിക്കണം. ഫുള്ള് മഴ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് കഴിഞ്ഞാൽ കാടങ്ങോട്ട് എത്ര പറിച്ചാലും പിന്നെ വേഗം കയറും. ചക്കര നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിന് പാലും കൊടുത്ത് മുറ്റമൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് വെന്ത് തീയും കിട്ടും.
എന്നിട്ട് എന്തോ കളറൊക്കെ മാറിയണ്ട. അല്ലെ ചക്കയുടെ വേവാതെ ഉണ്ടെങ്കിൽ പച്ച കളറുണ്ടാവും ഇലയിൽ, അങ്ങനെ അടുങ്ങിയിരിക്കും അല്ലേ, പാവി കയറാതെ. ഞാൻ മധുരം ഇട്ടിട്ടും മധുരം ഇടാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇടാത്തത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കുമ്പിൾ കുത്താതെ അടച്ചു വെക്കുക ചെയ്തതേ. എനിക്ക് മധുരം ഇല്ലാത്ത മതി. ചക്കയുടെ മധുരം തന്നെ ഉണ്ടാവും ചക്കയിടയ്ക്ക്. ഉണ്ണേട്ടനും അമ്മയ്ക്കും മധുരമുള്ളത്. മധുരമില്ലാത്തതേ ശർക്കര ഒഴിക്കാത്തതുകൊണ്ട് വെള്ള കളറാണ്. ശർക്കര ഒഴിക്കുവാണെങ്കിൽ കളർ മാറുള്ളൂ. ചക്ക നിറയെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചക്കയുടെ ഒരു മധുരം ഉണ്ടാകും. ചക്ക പീസായിട്ടൊക്കെ മുറിച്ചിട്ടൊക്കെ നന്നായിട്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഉത്സവത്തിന് പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെയാണ്, പല്ലിയേറയാണേ. ചെറിയൊരു ഉത്സവമാണ്, അമ്മ അച്ഛനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഗ്രഹം ഉണ്ടിട്ടൊന്ന് പോവാണെന്ന്, അപ്പം ഒന്ന് പോയിട്ട് വരാം നമുക്ക്. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ. കുഞ്ഞിനെയും കൊണ്ട് പോകണേ. തനുവിനെ കൊണ്ടുപോകണല്ലോ, തനുവിനെ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറച്ച് നമ്മുടെ ഈ അമ്മൻകുടം കൊണ്ടുപോകാം, അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ പൊതുവേ അമ്പലങ്ങളിലൊന്നും കാണാതെ കുറച്ച് ആചാരങ്ങളൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ പോകുന്നത് നമ്മുടെ പഴയ വീടില്ലേ, അതിൻ്റെ തൊട്ട് മുന്നേ കേട്ടോ നമ്മുടെ സ്ഥലമൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഒരു പാറയും നമ്മുടെ അയൽവക്കമൊക്കെയാണ് കേട്ടോ. അയൽവക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവേ ഉള്ള പോലെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ഒരു തോടും കഴിഞ്ഞ് ഒരു മലയൊക്കെ കയറി വരണം നമ്മുടെ ഒരു അയൽവക്കം എന്ന് പറയുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ, കുറച്ച് ദൂരെ വീടുകൾ. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള റോഡ്, നമ്മുടെ മുന്നിലുള്ള റോഡിൽ നിന്നാണ് കേട്ടോ ഈ ഒരു അമ്മൻകുടം കൊണ്ടുപോകാൻ. അങ്ങനത്തെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കുറച്ച് ആചാരങ്ങളും പിന്നെ നമ്മുടെ ഇവിടത്തേതായ കുറച്ച് കാര്യങ്ങൾ, അട്ടപ്പാടിയിലേതായ തനതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൂജയും. പിന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടോ. ഇന്ന് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോണ വഴിയാണേ. നമ്മുടെ ആ പാറയും എൻ്റെ വീടൊക്കെയാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാട്ടോ ആഘോഷം തുടങ്ങുന്നത്. കൊട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ പറയണ കേൾക്കുമെന്ന് അറിയില്ല. തൊട്ടപ്പുറത്ത് നിന്നാട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ വീടിൻ്റെ അതിലേക്ക് ഒഴുകുന്ന തോടില്ലേ, പല്ലിയറ വീടിൻ്റെ താഴെ കൂടെയൊക്കെ ഒഴുകുന്ന തോട്, അത് ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഈ പൂജ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അങ്ങോട്ട് ഒഴുകുന്നത്. ഇവിടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കൂടുതലും വെള്ളത്തിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. വെള്ളം, അതുപോലെ മരം, ആൽമരങ്ങൾ, ചില മരങ്ങൾ, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരാട്ടോ ഇവർ. ചെറിയ നമ്മുടെ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ അത് ഒരു ദൈവികമായുള്ള കാര്യങ്ങളായിട്ട് കാണുന്നവരാണ്. അങ്ങനെ ഈ വെള്ളവും അതുപോലെ തന്നെ ഈ പ്രകൃതി, അതിനൊക്കെ ശരിക്കും ഒരു ഐശ്വര്യമുണ്ട്. പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അമ്മൻകുടം എടുക്കുന്നതിന് മുന്നേ തന്നെ തലവഴി ഫുള്ള് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് മുങ്ങി കുളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ മൊത്തം വെള്ളം ആക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം വേറെ വെള്ളം വലിയ പുഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കുടത്തിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് അമ്മൻകുടം എടുക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്, അവർക്കൊക്കെ പൂജ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. തുടിമേളം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടുമ്പാണ് കേട്ടോ ഇതൊന്ന് കത്തിച്ച് ചൂടാക്കുന്നുണ്ട്. ഈ മൃഗങ്ങളുടെയൊക്കെ തോല് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. തുടുമ്പെന്ന് തന്നെയാണ് തോന്നുന്നത് അതിന് പറയുന്ന പേര്. അപ്പോൾ അത് നല്ല സൗണ്ടാണ്. അപ്പോൾ തുടുമ്പ് നന്നായിട്ട് ചൂടാക്കിയാലും നല്ല സൗണ്ടും അതുപോലെ തന്നെ പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചൂടാക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇതിപ്പം നമ്മുടെ ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ഉത്സവങ്ങൾക്കും അതും ഓരോ ഊരിൽ ഓരോ ടീമൊക്കെ ആയിരിക്കും. 2-3 ഊരിൽ നിന്നൊക്കെ ടീമുകൾ വരാറുണ്ട്. നമ്മുടെ പല്ലിയാറിൽ തന്നെ അടുത്തടുത്തായിട്ട് ഊരുകളുണ്ട് കേട്ടോ. പിന്നെ ട്രൈബൽസ് എന്ന് പറയുമ്പോൾ എന്താ ഊര് അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. പണ്ട് മുതലേ അവരങ്ങനെയാണ് കേട്ടോ, ഊരായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി താമസിക്കുന്നു. അപ്പോൾ അതിനെ ഊരെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പണ്ട് മുതലേ അതിനെ പറഞ്ഞ് ശീലിച്ച് ഊരെന്ന് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് ഇപ്പം എന്താ ഗവൺമെൻറ് അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എന്താ മാറ്റിയ പേരെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്കറിയാവുന്നവരാണ്, വീടിൻ്റെ അടുത്തുള്ളവർ തന്നെയാണ്, എല്ലാവരും അറിയാവുന്നവർ തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഞാൻ പോകുന്നത്. കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് പോകുന്നത്. തനു ആണെങ്കിൽ പോലും ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ. വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും പോകലുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരെയും ലീവ് ആയതുകൊണ്ട് കുട്ടികളെല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ.
പിന്നെ കുഞ്ഞിനെ ഞാൻ പോയപ്പോൾ തന്നെ അമ്മയും വലിയമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കയ്യിൽ കൊടുത്തു. കുഞ്ഞ് അവിടെയായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് പോയിട്ട് പാൽ കൊടുത്തു കേട്ടോ. നമ്മുടെ അടുത്ത് നേരത്തെ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത വീടുകളായതുകൊണ്ട് അവിടെയുള്ളവരൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് പാൽ കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം അവരോട് നിന്നു. ഇവിടെ നിന്ന് ഊരിലോട്ട് എത്താൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. നമുക്ക് അത്ര നേരം നിൽക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കുഞ്ഞും ചെറുതല്ല, അപ്പോൾ വെയിലും ഉണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് അവരും കൂടെ നടക്കാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് തിരിച്ചു പോരും കേട്ടോ ചെയ്തത്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ നമ്മുടെ ചാമ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാമ ചെറിയൊരു മൺകലത്തിലാട്ടോ വെച്ചത്. ചാമ ഇങ്ങനെ നമ്മൾ അടുപ്പത്തിടുമ്പോഴത്തേക്ക് ഒന്ന് അരിച്ചിട്ട് വേണം ഇടാനായിട്ട്. ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ചാമയൊക്കെ ഉണക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ കല്ലുണ്ടാകും. കല്ല് വരാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചരിച്ചരിച്ചെടുക്കും. അപ്പോൾ കല്ലൊക്കെ അടിയിൽ പോവും. ചാമ മാത്രമായിട്ട് ഇങ്ങനെ ഓരോരോ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ കല്ല് അടിയിൽ പോയി കിടക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പോൾ ചാമയിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലോട്ട് തേങ്ങയും കൂടി ഇട്ടിട്ടാട്ടോ കഞ്ഞിയാക്കി എടുക്കുന്നത്. കഞ്ഞി വേവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറക്കാൻ പോവാം. തേങ്ങയും കൂടെ ഇടണം. തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇറക്കാട്ടെ. ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് തേങ്ങയും ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് എടുത്തു കേട്ടോ കഞ്ഞി. നമുക്ക് തോരൻ വെക്കാനായിട്ട് കണ്ടെത്തി പോയിട്ട് കുറച്ച് വാഴയ്ക്ക എടുത്തിട്ട് വരാം. വാഴയ്ക്ക നമുക്ക് തോരൻ വെക്കാവേ. തോല് കളയണില്ല, പിഞ്ചായതുകൊണ്ടേ. ആ പുറമേ ഉള്ള നാര് പോലെയുള്ള ഭാഗം മാത്രം ഒന്ന് വലിച്ച് കളയുന്നുണ്ട്. മുറിച്ച് വെള്ളത്തിലേക്ക് ഇടും. അപ്പോൾ വാഴയ്ക്ക തോരൻ വെക്കാനായിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, പിന്നെ ജീരകം, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കണം. കടുക് വറുത്തു. വാഴയ്ക്ക ഇടുവാണെങ്കിൽ ചതച്ചെടുത്ത തേങ്ങ ഇതിലോട്ട് ഇടുവാണേ. അത്യാവശ്യം ഒന്നായിട്ടുണ്ട്. കുറച്ച് നമ്മൾ തോരനായിട്ടുണ്ട്. ഇറക്കാനായിട്ട് വെന്തു. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞാൽ നല്ലതായിരുന്നു. അരിയുന്ന സമയത്ത് ഓർത്തില്ല കേട്ടോ. ഇതായിട്ട് അരിഞ്ഞാൽ മതിയായിരുന്നു. ഇറക്കാൻ പോവാൻ കഞ്ഞി കഴിക്കാനായിട്ട് തോരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുളക് ചുട്ട് ഉള്ളിയും പുളിയും പിന്നെ തേങ്ങയും കൂടെ വെച്ച് അരച്ചെടുക്കുന്ന ചമ്മന്തി. അത് നമ്മൾ നന്നായിട്ട് കല്ലിലിങ്ങനെ അരച്ചത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ആദ്യം മുളകും ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. പിന്നെ പുളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണേ. പിന്നെ അതിലോട്ട് തേങ്ങയിട്ട് തേങ്ങയുടെ എല്ലാ ഭാഗത്തും ആ എരിവൊക്കെ പിടിക്കുന്ന പോലെ ആ ഒരു പരുവത്തിന് ചതച്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അരയ്ക്കുമല്ല ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് പുരട്ടിയെടുത്ത ചൂട് ചോറിലൊക്കെ ഇട്ട് പുരട്ടിയിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ മൊത്തം ഒന്ന് അരച്ചെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ അരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട്. കൂട്ടി ഒരു ഉരുള പോലെ ആക്കിയെടുക്കും. ആ ഉരുള കല്ലിൽ കൂടെ മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും കുറച്ച് അധികം പുളിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടാത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉരുളയിൽ അത് പിടിക്കും. ഇനി കഞ്ഞി കഴിക്കാനായിട്ട് എടുക്കാം. കഴിക്കാനെടുത്തു കേട്ടോ കഞ്ഞി. തോരൻ അമ്മയുടെ ചമ്മന്തിയും നല്ലൊരുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. കല്ലരച്ച ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. നമ്മളല്ലാതെ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ ആ തേങ്ങയൊന്നും അത് മുളക് ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും കറക്റ്റ് അരയത്തില്ല. അങ്ങനെ ചതഞ്ഞ് കിടക്കത്തുള്ളൂ. പക്ഷെ കല്ലിൽ അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വാഴയ്ക്കത്തോരനും ചമക്കഞ്ഞിയും നേരത്തെ ഇടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നേ. പിന്നെ ചാമ കഴിഞ്ഞിരിക്കുമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ പോയി വാങ്ങിയപ്പം പിന്നിപ്പം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കഞ്ഞിയും ചാമക്കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊടിയരിക്കഞ്ഞിയൊക്കെ. കുഞ്ഞിൻ്റെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ. അപ്പോൾ തോട്ടിൽ പോയിട്ട് അതൊന്ന് നമുക്ക് അലക്കി കൊണ്ടുവരാം. കുറച്ച് ഡയപ്പറും പിന്നെ തുണികൾ കുറവാട്ടോ. ഇപ്പോൾ
കൂടുതലും ഡയപ്പറൊക്കെയാണ് കേട്ടോ അലക്കാനായിട്ടുണ്ടാവാറ്. ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലും തുണി ഒരുപാട് അലക്കാനാവുക. എന്തായാലും നമ്മൾ ഇച്ചിരി ഇച്ചിരി കൊടുക്കുക, അതാ ഫുള്ള് മേത്ത് കൂടെയൊക്കെ ആക്കി. എന്താ ആ സമയത്ത് അലക്കിയാലും തീരില്ല ഇവരുടെ തുണി. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തുണി കുറവാട്ടോ. പിന്നെ കുഞ്ഞ് ഒരു 3 മാസം വരെയൊക്കെ ഒരുപാട് തുണി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഡയപ്പറൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ കുറയും. ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നല്ല ഒരുപാട് തുണികളുണ്ടാവും. തനുവിൻ്റെയൊക്കെ യാമിയുടെയൊക്കെ കുറേ ക്ലോത്ത് ഡയപ്പർ നല്ലതൊക്കെ ഞാൻ അന്ന് തന്നെ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഋഷികുട്ടിന് കുറേ ക്ലോത്ത് ഡയപ്പർ ഉണ്ട്. അപ്പം രാത്രിയും പകലൊക്കെ അത് തന്നെയാണ് ഇട്ട് കൊടുക്കൽ. പിന്നെ മഴയൊക്കെ പെയ്ത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേ ഡയപ്പർ യൂസ് ചെയ്യുന്നത്. തണുപ്പും കൂടെ ആയതുകൊണ്ടേ അപ്പം ഡ്രസ്സൊക്കെ നനഞ്ഞാൽ അതെല്ലാം വൃത്തി കിടക്കുള്ളൂ, നമുക്ക് അലക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇതുള്ളത് കൊണ്ടായിട്ട് നമുക്ക് അലക്കിക്കൊണ്ടുവരാവേ. കുഞ്ഞിൻ്റെ പെണ്ണിൻ്റെ ഉണ്ട് കേട്ടോ കുറച്ച് 2-3 ഡ്രസ്സൊക്കെ. കുഞ്ഞിൻ്റെയൊക്കെ എവിടെയെങ്കിലും കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിലേ ഡ്രസ്സൊക്കെ ഒരു പരുവാക്കും കേട്ടോ. അധികം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത്ര അങ്ങോട്ട് ചെളിയാക്കലൊന്നുമില്ല, ഒരുപാട് അങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുളു. പക്ഷെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഫുള്ള് നാശാക്കി വെക്കുവേ. കുഞ്ഞിൻ്റെ മൂത്രമൊഴിച്ച തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടേ വെള്ളത്തിലിടുന്നുള്ളൂ, സോപ്പ് വെള്ളത്തിൽ. അല്ലെങ്കിൽ പിന്നെ അത് ആ മൂത്രവെള്ളത്തിൽ എല്ലാം ബാക്കിയുള്ള തുണിയും കൂടെ ആവത്തില്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് ഇവിടെ മുക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത തുണികൾ. ബാക്കിയുള്ളൊന്ന് മൂത്രം ഒന്ന് പോകണവരൊന്ന് കുത്തിപ്പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടിടാം. തനു കുഞ്ഞും നല്ല ഉറക്കമാട്ടോ, രണ്ടുപേരും ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. തനു കുഞ്ഞു തന്നെ അധികം നേരം ഉറങ്ങത്തില്ല കേട്ടോ, ഒരു ഇച്ചിരി നേരമൊക്കെ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കാണോ ഉറക്കം നടത്തും. ഒരുപാട് നേരം പകലിപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന ശീലമില്ല. പിന്നെ ഇങ്ങനെ അറിയാതെയൊക്കെ വന്ന് ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴേ എൻ്റെ അടുത്ത് വന്നിട്ട് മിക്കവാറും ദിവസം അങ്ങനെ ആട്ടപ്പോൾ ഉറങ്ങുന്നേ, എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ഇത് പിന്നെ അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോയി, കളിച്ച് ഇന്നിപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയേക്കുന്നേ. പിന്നെ ഋഷിക്കുട്ടിനെ തൊട്ടിയിൽ കിടത്തി, തൊട്ടിയിൽ. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അടുത്ത് നിന്നാലേ ഒരാൾ കരഞ്ഞാൽ അടുത്ത ആൾ എഴുന്നേറ്റ് വരും. ഇത് കുഞ്ഞിൻ്റെ ഡയപ്പറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു തുണിയാട്ടോ, മറ്റേ വെള്ളയും കറുപ്പൊക്കെ ആയിട്ട് ഇൻസേർട്ട്. അത് ശരിക്കും ഇങ്ങനെയൊന്നും അലക്കാൻ പാടില്ല എന്നിട്ട് പറയാം. അതിങ്ങനെ വെറുതെ ഒന്ന് ഊരിപ്പിഴിഞ്ഞ് പിന്നെ പിഴിയുമ്പോൾ പോലും ഇങ്ങനെയൊക്കെ പിഴിയാവുള്ളൂ എന്നൊക്കെ ആട്ടോ കണ്ടേക്കുന്നത്. പക്ഷെ നമ്മൾ അലക്കുമ്പോൾ അതിൻ്റെ അകത്ത് അപ്പിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അലക്കിയാൽ ചിലപ്പോൾ വൃത്തിയാവത്തില്ല. നമുക്കതൊരു വൃത്തിയാവാത്ത പോലെയും തോന്നും കേട്ടോ. പിന്നെ കല്ലിയൊക്കെ അലക്കുന്നത്. അപ്പോൾ അതിൽ നിൽക്കുന്നതിൻ്റെ യൂറിനൊക്കെ നിൽക്കണതിൻ്റെ എത്രയാണ് 6 യൂറിൻ അങ്ങനെ എന്തൊക്കെയോ കണക്കുണ്ട് കേട്ടോ. അത്ര വരെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ച് നിൽക്കുന്നൊക്കെയാണ് പറയാം. അത് കുറയും അത്ര ഇങ്ങനെ അലയ്ക്കുക. ചിലത് നല്ല ഇത് കിട്ടും കേട്ടോ, അത്യാവശ്യം റേറ്റും വരും. നമുക്ക് കൂടുതലും മഴ സമയമൊക്കെ ആകുമ്പോഴാട്ടോ ഒരു രക്ഷയില്ലാതെ വരാം. എന്തെങ്കിലും ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തുണി ഉണ്ടാവത്തില്ല. നന്നായിട്ട് പിഴിഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ വെയിറ്റ് ചുമന്നുകൊണ്ട് വേണ്ടേ. നമ്മൾ ആദ്യം കല്ലേ ഉണ്ടായിരുന്ന അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടായത്. ഞാനൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പം നമ്മളിവിടെ ആയിരുന്നില്ല, വാടകയ്ക്ക് കാരറ കുഞ്ഞിനെ ചേർത്ത സ്കൂളിൻ്റെ തൊട്ടും അടുത്തായിട്ടായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. നമുക്ക് തോട് പണ്ടേ വീക്ക്നെസ്സാണ്. അങ്ങനെ കുറേ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയും വരും. പിന്നെ അമ്മ അച്ഛയൊക്കെ ആണെങ്കിലും മിക്കവാറും ഇവിടെ വീട് പണി നടക്കുന്ന സമയത്താണ് തോട്ടിൽ വന്ന് അലക്കലും കുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഈ അലക്കുന്ന ഭാഗമൊക്കെ ഇല്ലേ, ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറേ കല്ലും ചെളിയും, ഈ ഭാഗത്തോടെ തന്നെ വരാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഒരുപാട് ചെളി ഉണ്ടായിരുന്നേ.
നമുക്ക് ഇവിടെ ഇറങ്ങി അലക്കാനോ കുളിക്കാനോ ഒന്നിനും പറ്റത്തില്ല, അത്ര ചെളിയായിരുന്നു. ഈ മണ്ണ് മുകളിലത്തെ നിരങ്ങി വരുന്ന മണ്ണാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മല, ഈ പുറകത്തെ തോണ്ട അപ്പുറ സൈഡിലത്തുള്ള മല ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട മണ്ണാണ്. മഴ പെയ്യുമ്പോൾ കുറേ ഇടിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തോട്ട് ആരും വരലുണ്ടായിരുന്നില്ല. കുളിക്കാൻ വരുന്നവരൊക്കെ താഴെ, ഇതിൻ്റെയും താഴെയായിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുത്തതൊക്കെ അവിടെ നിന്നാണ് കേട്ടോ. ആദ്യത്തെ വീടുകളൊക്കെ ഫുള്ള് താഴത്തെ തോടിൻ്റെ അവിടെ നിന്നാണ്. അവിടെ ആകുമ്പോൾ ഇത്ര വീതിയും ഇല്ല, തോടിന് വീതിയും കുറവാണ്. അപ്പോൾ നല്ല കുറച്ചുകൂടെ വെള്ളം ഹൈറ്റ് ഉണ്ടാവും വെള്ളത്തിന്. അപ്പോൾ അലക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ അലക്കും കുളിയൊക്കെ. പിന്നെ 2019 നമ്മുടെ കല്യാണം. 2020 നല്ല മഴ കിട്ടിയിട്ടായിരുന്നു. ആ സമയത്ത് ഫുള്ള് ഇടിഞ്ഞ് വന്നിട്ട് ആ കല്ലൊക്കെ മൂടി, അവിടെ തീരെ സ്ഥലമില്ലാതെ, തോടിന് ഒഴുകാൻ സ്ഥലമില്ലാത്ത പോലെ മണ്ണ് ഈ മല വന്ന് ഇടിഞ്ഞിങ്ങനെ വന്ന് നമ്മുടെ ഈ കണ്ടത്തിനോട് വന്നിങ്ങനെ ചേർന്ന് തോടിന് ഒഴുകാൻ സ്ഥലമില്ലാതെ കുറച്ച് മാറിയൊക്കെ തോട് ഒഴുകിയിരുന്നത്. പിന്നെ മഴ ഇങ്ങ് വന്ന സമയത്ത് അച്ഛയൊക്കെ വന്ന് മണ്ണൊക്കെ കുറേ മാറ്റിയൊക്കെ കൊടുത്തു. പക്ഷെ തോടിന് ഒഴുകാൻ സ്ഥലമില്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടി നിൽക്കും. കെട്ടി നിന്ന് പൊങ്ങി അത്യാവശ്യം നല്ല വെള്ളവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ പൊട്ടലങ്ങ് പൊട്ടും. ഒരുപാട് ഈ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ മരമൊക്കെ വന്ന് ചാഞ്ഞ് ചിലപ്പോൾ ക്രോസൊക്കെ നിന്ന് വെള്ളം കെട്ടി നിന്ന് അത്യാവശ്യം വെള്ളമാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു 2 സൈഡും കട്ടിങ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും വെള്ളമായിട്ടായിരിക്കും ചിലപ്പോൾ ഒറ്റ പോക്കും പോവുക. ഇതേപോലെ തിരിച്ചൊക്കെ വിട്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെ കുളിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയായിട്ട് അങ്ങനെ ചാഞ്ഞെല്ലാം കൂടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ അന്ന് അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയും പിന്നെ ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ടും എല്ലാം കൂടെ ആയിട്ട് ഇവിടുത്തെ ചെളി ഫുള്ള് പോയി. ഇവിടെ വൃത്തിയായി. ഇവിടെ ഉണ്ടായിരുന്ന വലിയ കല്ല്, ഈ വലിയ കല്ല് കാണുമ്പോൾ ഇത് അലക്കാനുണ്ടെങ്കിൽ നല്ലതാണെന്ന് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കിവിടെ അലക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അലക്കാതിരുന്നതാണ്. ഇത്രയും വലിയ കല്ലായതുകൊണ്ട് നീക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഇച്ചിരി ദൂരമൊക്കെ വേണമെങ്കിൽ നീക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ കല്ല് അപ്പുറത്തെ സൈഡിലായിരുന്നേ, നമ്മൾ അലക്കിക്കൊണ്ടിരുന്നതും അപ്പുറത്തെ സൈഡിലായിരുന്നു, ഈ സൈഡിൽ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത മഴയ്ക്ക് വീണ്ടും ആ കല്ലിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറേ ഇടിഞ്ഞൊക്കെ വന്ന് കല്ലിൽ വന്ന് ചാഞ്ഞ് കിടക്കുമായിരുന്നു മണ്ണും. പിന്നെ കുറേ കല്ല് മൂടി. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മഴയ്ക്ക്, അപ്പോൾ അടുപ്പിച്ചിങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണേ. അടുത്ത മഴയ്ക്ക് അതിൽ കുറേ ഒഴുകിപ്പോയി, കുറേ മരമൊക്കെ ചാഞ്ഞ് വന്ന് മണ്ണ് എപ്പോഴും ഇങ്ങനെ ഇടിഞ്ഞ് വരലുണ്ട്. അങ്ങനെ ഓരോ മഴയ്ക്കും സംഭവിക്കുന്ന. അത് കഴിഞ്ഞ് കല്ല് തോടിൻ്റെ നടുക്കായി, അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി ഒഴുകാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ മരമൊക്കെ ചാഞ്ഞെല്ലാം തോട്ടി കിടന്നപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴുകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ മരങ്ങളുണ്ടായിരുന്നു, എല്ലാം 2 സൈഡിൽ നിന്ന് ചാഞ്ഞ് തോട്ടി കിടക്കുമായിരുന്നു. പിന്നെ തോടൊക്കെ ഫുള്ള് വെട്ടി വൃത്തിയാക്കി 2-3 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ ആ കല്ല്, ഇവിടെ ഉണ്ടായിരുന്ന കല്ലിനെ ഒരു സൈഡിലോട്ടാക്കി വെച്ച് അങ്ങനെ ചെയ്തിട്ടാട്ടോ ഈ കല്ല് വിടാൻ. പക്ഷെ നല്ല കല്ലാണേ. ഇപ്പം ഇത് ഒഴുകി പോകണമെന്നില്ല, ഇതിന് കല്ലൊക്കെ ഇട്ട് അവർ സൈഡ് വഴിയൊക്കെ കുറേ കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ പിന്നെ കല്ല് ഒഴുകി പോകത്തില്ല, അല്ലെങ്കിൽ വലിയ വെള്ളമൊക്കെ വരുമ്പോൾ കല്ല് നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കല്ല് സെറ്റാണ്. നമുക്ക് അലക്കാനും അടിപൊളിയാട്ടോ. പക്ഷേ ഇത്രയും തോട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഇങ്ങനെ പാറയില്ലാത്ത സ്ഥലങ്ങൾ, ഇവിടെ നിന്നും പാറയില്ലാത്തതോ. അപ്പോൾ ഒരുപാട് കുനിഞ്ഞ് നിൽക്കണ്ട, ഏകദേശം നമ്മുടെ ഒരു ഹൈറ്റിന് തന്നെ പാകത്തിനൊരു കല്ല്. നല്ല വെള്ളാറിൻ കല്ലാണ്. പണ്ടൊക്കെ ഏതെങ്കിലും സ്ഥലത്തൊന്ന് ഒഴുകി നിന്ന കല്ലായിരിക്കും. അലക്കി കഴിഞ്ഞു കേട്ടോ. തുണികളൊക്കെ ആയിട്ട് പോട്ടെ. ചെറിയൊരു ഇടിയൊക്കെ പൊട്ടിട്ടുണ്ട്. അമ്മയുടെ തറവാട്ടിൽ പോവാണ് കേട്ടോ. അമ്മയുടെ വീട് അക്കരെ തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അച്ഛയുടെ വീട് ഇവിടെ ഈ മലയുടെ നേരക്കര മലയിൽ അമ്മയുടെ വീടുമാണ്. അപ്പോൾ അങ്ങോട്ട് പോകട്ടെ. മാമനൊക്കെ ഉണ്ട് അവിടെ, 2 മാമന്മാരുണ്ട് കേട്ടോ. അങ്ങോട്ടും അമ്മയുടെ അമ്മയൊക്കെ ഉണ്ട്. വൈകുന്നേരമായപ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടി ഇറങ്ങിയതാണ്. പണ്ട് താഴത്തെ കണ്ടത്തിൽ നെല്ല് നടാൻ വന്നപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവർ. പോണ വഴിക്ക് കഴിക്കാൻ സ്നാക്സ് ഒക്കെ കൈ പിടിച്ചിട്ട് പോയിരിക്കണം. ഈ ആനന്ദഭവൻ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് വറുത്തത് ലേസാന്നും പറഞ്ഞിട്ട് അത് ഒരു കവറിൽ കുറച്ച് പിടിച്ചിട്ടാണ് പോണത്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഈ റോഡിൽ കൂടെ നടന്നു പോയിട്ട് താഴോട്ട് ഇറങ്ങണം കേട്ടോ. നേരെ എന്നിട്ട് ഈ മല ഇങ്ങനെ ഇറങ്ങി തോടും കിടന്ന് അക്കരെ മല കയറണം. ഏലക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ പോകാൻ. ഫുള്ള് ഇവിടെ ഏലമാണേ, ഫുള്ള് ഏലമാണേ. ഇതിൽ ഏലക്ക ഏതാണ്ടായിട്ടുണ്ട്. ഏലക്ക തീരെയില്ല, കഴിഞ്ഞിരിക്കുക. നമുക്ക് കുറച്ച് ഏലക്ക വന്ന് പറിച്ചെടുക്കണം. നമ്മുടെ ഇവിടുത്തെ ഒരു ചേട്ടൻ്റെ, ബൈജു ചേട്ടൻ്റെ.
ഇവിടെ ഏലമുണ്ട്, പിന്നെ ജാതിയുണ്ട്. ഈ ഒരു ഭാഗത്ത് ആദ്യം കൊണ്ടുവന്ന് ജാതി വെച്ചത് ഈ ചേട്ടനാന്ന് കേട്ടോ പറയണം. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും വെച്ച് തുടങ്ങിയത്. ജാതിയുണ്ട്, പിന്നെ കവുങ്ങ്, കുറച്ച് കുരുമുളക്, കുറച്ചേ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അമ്മ നേരത്തെ എന്നും പണിക്ക് വന്നുകൊണ്ടിരുന്ന, മിക്കവാറും ദിവസം പണിക്ക് വന്നുകൊണ്ടിരുന്ന ഇവിടെയായിരുന്നു കേട്ടോ. അമ്മ ഏലക്ക പറിക്കാനും, ഏലക്കയൊക്കെ പറിക്കുവാണെന്നുണ്ടെങ്കിൽ നടന്നോ, ഏലക്കയൊക്കെ പറിക്കുവാണെന്നുണ്ടെങ്കിലേ അതിൻ്റെ പരുവ് അറിയണം, പിഞ്ചൊന്നായി പോകരുത്. അങ്ങനെയാണെങ്കിൽ അത് വില കിട്ടത്തില്ല. അപ്പോൾ അമ്മയ്ക്കത് കറക്റ്റ് അറിയാമായിരുന്നേ. ഏലക്ക പറിക്കാനായിട്ടും കുരുമുളക്, ജാതിക്കയൊക്കെ പറിക്കാനായിട്ടും നേരത്തെ സ്ഥിരം വരുമായിരുന്നു. ഇപ്പോഴാണ് അമ്മ പണിക്ക് പോകാതെ. ഈ ചാലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോകണം. അങ്ങനെ പോയാൽ നമ്മുടെ തോടില്ലേ, അവിടെ എത്തും കേട്ടോ. കുറേ ജാതിക്ക് ചാലിലേക്ക് വീണ് കിടപ്പുണ്ട്. ചേട്ടൻ പറിക്കാൻ വന്നിട്ടില്ലേ? ഇഞ്ചാ ഈ കാറ്റത്തും മഴയത്തും കുറേ ജാതിക്ക വെറുതെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാറ്റൊക്കെ അടിച്ചിട്ട് കുറേ നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ജാതിക്ക പൊട്ടിയൊക്കെ വരും, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ജാതിപത്രിക്കൊന്നും ഒരു കളറും ഉണ്ടാവില്ല, തൂക്കം ഉണ്ടാവില്ല. കുറച്ച് വാഴയും വെച്ചിട്ടുണ്ടല്ലേ. അടയ്ക്ക നോക്കാൻ പോകും. അടയ്ക്ക അമ്മ പണ്ട് വെറ്റില മുറുക്കുമായിരുന്നേ. പണ്ട് മുതലുള്ള ഒരു 12 വയസ്സ് മുതലൊക്കെ എല്ലാവരും മുറുക്കി ശീലിക്കും. ഇപ്പോൾ പിന്നെ വെറ്റിലയില്ല, ചുണ്ണാമ്പൊന്നുമില്ല. ആ എന്താ ലഹരി ഇട്ടുന്ന സംഭവമില്ലേ, പുകലയും അടയ്ക്കയും, അത് മാത്രം ഇച്ചിരി. അപ്പോൾ അടയ്ക്ക തപ്പി കാട്ടിനകത്ത് പോവുക. കാടല്ലേ, ജാതിയാണ്, വല്ലാണ്ട് അടുത്ത് നിൽക്കണം ജാതി. അത് ജാതി എപ്പോഴും കുറച്ച് ഗ്യാപ്പുണ്ട്, അത് അടുത്തടുത്ത് വെക്കണം. ഇത് നമ്മുടെ തോടാണേ. നമ്മുടെ തോട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തും. ഇവിടെ ഒരു കുഞ്ഞു പാലമൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അവിടുത്തെ പാലമൊന്നുമില്ല. പണ്ട് അവിടുത്തെ ചേട്ടൻ മരത്തിൻ്റെ പാലമൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ഇതൊക്കെ മഴയത്ത് ഒഴുകിപ്പോയി. ഇതൊരു കുഞ്ഞു പാലം. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ പറമ്പാട്ടോ അപ്പുറത്തെ. ഇവിടെ വാഴക്കൃഷി, അങ്ങനത്തെ ഓരോ കൃഷികളൊക്കെ ഉണ്ട്. നടക്കണ കുഞ്ഞോ. ഇവിടെ വഴിയിൽ കുറേ ചടച്ചിപ്പഴം വീണ് കിടപ്പുണ്ടേ. പണ്ടൊക്കെ ഇതിന് ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ അങ്ങനെ മധുരം തോന്നുന്നില്ല. മഴയൊക്കെ പെയ്തിട്ടാണ് അപ്പം മധുരമൊന്നും ഇല്ലാത്തതെന്ന് അറിയില്ല. പിന്നെ ഒരുപാട് ടേസ്റ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ പൊതുവേ. എന്താ നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രായമുള്ളവരൊക്കെ, പുറത്തോട്ടുള്ളവരൊക്കെ അത്യാവശ്യം പല മിഠായിയും അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടൽ കുറവായിരുന്നു കേട്ടോ. ചടച്ചപ്പോഴും പുഴുട്ടൊന്നും നോക്കിയൊന്നുമില്ല. അടുത്ത് വായിലോട്ടിട്ട് പുഴുവില്ല. വഴി കിടക്കണൊക്കെ പെറുക്കി തിന്നണേന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നടക്കണ വഴിയൊന്നുമല്ല, സ്ഥിരം നടക്കണ വഴിയൊന്നുമല്ല കേട്ടോ. നമ്മൾ തന്നെയാണ് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ തന്നെയുള്ള. മാമൻ്റെ അവിടെ നിന്നൊക്കെ വരികയും നമ്മുടെ വീട്ടിലോട്ടൊക്കെ എന്താ പണ്ട് മുതലേ ഉള്ള ശീലമാണ്, ചെറുപ്പം മുതലേ ഉള്ളതാ. കുഞ്ഞിന് വേണമല്ലോ ചടച്ചിപ്പഴം? ഒരു കഷ്ണം, ഒരു ഇച്ചിരി കഴിച്ചു നോക്കും. ഒരു ചെറിയൊരു കറച്ചോവയൊക്കെയാണ് കഴിക്കാൻ. അമ്മയുടെ വീടെത്തി. അമ്മയുടെ അമ്മയാട്ടോ ഋഷിക്കുട്ടൻ അമ്മമ്മയുടെ കയ്യിലോട്ട് പോയി. കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ കുറച്ച് സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വർത്തനൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മാമൻ്റെ വീട് മാത്രം, 2 മാമ്മമാർ മാത്രമല്ല, അമ്മയുടെ വില്ലേജിനും ചെറിയച്ഛനൊക്കെ ആയിട്ട് അങ്ങനെ 4 പേര് കോട്ടയത്ത് നിന്ന് വന്ന കേട്ടോ. കോട്ടയം ഏറ്റുമാനൂർ ആണ്, ഒരു ഏറ്റുമാനൂരുകാരെന്നാട്ടോ പറയുക. ഏറ്റുമാനൂർ മാത്രമല്ല, വേറെ ഒരു സ്ഥലത്തു നിന്നൊക്കെ താമസിച്ചുകൊണ്ടിരുന്നവർ ഒരുമിച്ച് കൃഷി ചെയ്യാനായിട്ട് അട്ടപ്പാടിക്ക് വന്നവരാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പൂപ്പന്മാരൊക്കെ ഇപ്പോൾ ആരും ഇല്ലാട്ടോ, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. മക്കളൊക്കെ ആയിട്ട് എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് ദൂര വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് പോയ അങ്ങനെ ആരും ഇല്ല. ഒരുവിധം നമ്മുടെ അറിവിൽ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിച്ചിരുന്നു. അമ്മായി വേഗം കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ കുഞ്ഞ് മാങ്ങയുണ്ട് കേട്ടോ, ഒരു ക്യാരറ്റിൻ്റെ മണമുള്ളൊരു മാങ്ങ, നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അമ്മയും അമ്മയൊക്കെ കൂടി പറിക്കാനായിട്ട് നമ്മളോട് പഴുത്ത് വീണിട്ടുണ്ട്, അത് പെറുക്കാനൊക്കെ ആയിട്ട് പോയി. ഇവിടെ ആട്ടോ വലിയൊരു കട്ടിങ്, അവിടെ നിന്ന് കുറേ മണ്ണൊക്കെ ഇടിഞ്ഞ് വരികയൊക്കെ ചെയ്തത് മഴയത്ത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കട്ടിങ്ങാണ് പുറകിലേ. പിന്നെ അടുത്ത മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ.
ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ കുറച്ചങ്ങ് നടന്ന് പോകണം കേട്ടോ. അവിടെ നല്ല 2 സൈഡ് ചെമ്പരത്തിയൊക്കെ വെച്ച് നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. ഒരു കണ്ടവാണേ, കണ്ടവും കൂടെ കടന്നിട്ട് വേണം മാമൻ്റെ വീട്ടിലെത്താനായിട്ട്. നമ്മൾ നീലക്കാച്ചിൽ ഇടയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ സർവ്വസുഗന്ധിയൊക്കെ കൊണ്ടുവരുന്നത് മാമൻ്റെ അവിടെ നിന്നാണ്. രണ്ടുപേരും അമ്മയുടെ അനിയന്മാരാട്ടോ. പിന്നെ അമ്മയ്ക്ക് ചേച്ചിയുണ്ട്, 2 ചേച്ചിമാരുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ മാമൻ ഋഷിക്കുട്ടിനെ എടുത്തു. തന്നെ ഉള്ളിൽ കയറി പോയിട്ടോ. തന്നെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിൽ കയറി പോകുന്നത്. അവിടെ പോയി എന്തെങ്കിലും മായി കൊടുക്കലുണ്ട്. അപ്പം അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞു. ചെന്നോണ്ടേ തന്നെ മാമൻ്റെ മോളുണ്ടായിരുന്നു, എനിക്ക് ചായ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചായയൊക്കെ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. നക്ഷത്രപ്പുളിയൊക്കെ പറിച്ചത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. ആ സർവ്വസുഗന്ധിയുടെ ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മണം. പ്രത്യേകിച്ച് ചിക്കൻ കറിയിലൊക്കെ ഇടുമ്പോൾ ആ ചിക്കൻ കറിക്ക് തന്നെ ഒരു നല്ല മണമൊക്കെ വരുമ്പോഴേ അടിപൊളിയാണ്. അപ്പം ഇടയ്ക്ക് ഇവിടുന്ന് വരുമ്പോൾ പറിച്ചിട്ട് പോകലുണ്ട്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ തളർത്ത് വന്നിട്ടേ ഉള്ളേ, ബാക്കിയൊക്കെ മാമൻ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. തളർത്തോളൂ, അതിൽ കൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച്, നല്ല കാപ്പി ഉണ്ടായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി. പിന്നെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് നടന്ന് പോകണ്ടേ, അപ്പോൾ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇരുട്ടുമായിട്ടുണ്ടായിരുന്നു. പിന്നെ കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോയതല്ലേ, ഒരുപാട് ഈ കോട അടിക്കുന്ന അത്ര നല്ലതല്ല. നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. തൊണ്ടവേദന വരും, തൊണ്ടവേദന പിന്നെ ഇൻഫെക്ഷനാവും, ജലദോഷമാവും, അങ്ങനെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും കോടയൊക്കെ ഇറങ്ങിയാലും വാതിലൊക്കെ അടച്ചിട്ട് കുഞ്ഞുങ്ങളെ എപ്പോഴും ഉള്ളിൽ ഒന്ന് സംരക്ഷിച്ച് ഉള്ളിൽ തന്നെ വെക്കുക ചെയ്യുക, വരാതിരിക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട്. വൈകുന്നേരം പെട്ടെന്ന് കോടയൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ വേഗം പോകുന്നു. പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൾ കിടന്നുറങ്ങി, മറ്റേ ആളും കിടന്നുറങ്ങി, 2 പേരും ഉറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കിടക്കാനായിട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.